കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നത്. ഇന്ന് അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ്. അവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട് കർത്താവെ. ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയോട് മാധ്യസേൽപ്പിക്കുന്നു കർത്താവെ. ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ, അവരുടെ കുടുംബത്തിലെ സന്ധിക്കാൻ ഇല്ലാത്ത പ്രായം ചെന്ന മനുഷ്യര്, അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറെ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. പോയതിന്റെ പേരിൽ കുടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം. ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റിയല്ല, ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയില് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തല്, വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും, ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപ്പെടും. പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറെ പ്രയാസം അനുഭവിക്കുന്നവരെ, അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങള് കർത്താവിന്റെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിനും ആശീർവാദത്തിനും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടത്തേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകര്, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള്, കോളേജിൽ പോകുന്നവര്, അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങള് പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകള്, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിന്റെ ആശീർവാദത്താല് ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങള് ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിന്റെ കരുണ വിശുദ്ധ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാമേ.